ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ ദേവികയെ കാണുന്ന ശാരിക എന്നുണ്ടെങ്കിൽ ചേച്ചിക്കൊന്നും അയാളോട് ചോദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അയാളും അയാളുടെ അച്ഛനും അമ്മയും ചേർന്നിട്ട് ചേച്ചിയുടെ മുന്നിൽ കരഞ്ഞ് കാറി പിടിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ ചേച്ചിയെല്ലാം മറന്നിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും വിട്ടുകൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ ചോരയ്ക്ക് ഞാൻ കണക്ക് ചോദിക്കും എന്നെല്ലാം ശാരിക പറയുന്നുണ്ട്. ഇതേ സമയം ദേവികയുടെ ഭാവമാറ്റം കാണുന്ന ശാരികയാണെന്നുണ്ടെങ്കിൽ എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ നന്ദുവിനെ കാണാനാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അറിഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കൊട്ടും ദഹിക്കുന്നില്ല ശാരികയെ. നന്ദു ഒരാളെ കൊന്നു എന്ന് കേട്ടതോടെ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ശാരിക ആവണത്. അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണവും നന്ദുവിന് അബദ്ധം പറ്റിയതാണ് എന്നെല്ലാം ഇങ്ങനെ ദേവിക പറയുമ്പോൾ ശാരിക ചോദിക്കുന്നുണ്ട്, അപ്പൊ ആരെ നന്ദേട്ടൻ കൊന്നു എന്നാണ് ചേച്ചി പറയണത്. ഋഷിയാണ് നന്ദൻ കൊന്നിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന സത്യം ദേവിക പറയുന്ന സമയത്ത് ശാരിക എന്നുണ്ടെങ്കിൽ നല്ലോണം പേടിക്കുന്നുണ്ട്. അതായത് ഇനിയുള്ള സത്യങ്ങളൊക്കെ തന്നെ ശാരിക തന്നെയായിരിക്കും കെവിനെ കൊണ്ട് പറയിപ്പിക്കുക. പിന്നീട് നന്ദന്റെ പുറകെ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാണുന്ന പ്രഭാവതി എന്നുണ്ടെങ്കിൽ ഒരു ജോത്സ്യനെ കാണാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അദ്ദേഹമായാലും കുറച്ച് കാര്യങ്ങളൊക്കെ പ്രഭാവതിയോട് പറയാണ്. അതായത് നന്ദന് വീട്ടിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കേണ്ടി വരും. ജയിലിൽ പോവേണ്ട ഒരു കാര്യം കൂടിയാണ് അയാളെന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത്. പിന്നീട് ദേവിക വീട്ടിൽ വന്നതും എല്ലാ കാര്യങ്ങളും നന്ദൻ പറഞ്ഞതും ഇസബെല്ല എന്നുണ്ടെങ്കിൽ അറിയണ്. ഇനി ഇസബെല്ല ആരാണെന്ന് നന്ദൻ അറിയാൻ പോകണേ ഉള്ളൂ എന്നൊരു കാര്യം ഇസബെല്ല എന്നുണ്ടെങ്കിൽ തീരുമാനിക്കുന്നുണ്ട്. കാരണം ഇസബെല്ലക്ക് അറിയണ ഒരു കാര്യമുണ്ട്. നന്ദൻ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞതോടുകൂടി ദേവിക എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചാല് ഇസബെല്ലയുടെയും കെവിന്റെയും കള്ളക്കളികളൊക്കെ ഏതായാലും അവസാനിക്കും. പക്ഷെ ഇതേ സമയം കെവിനാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ആലോചിച്ച് പേടിക്കുന്നുണ്ട്. അതായത് ഇസബെല്ലയെ കെവിൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമല്ല. ഇതിന്റെ ഇടയിൽ തന്റെ പ്രണയം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു കാര്യം എന്നുണ്ടെങ്കിൽ കെവിന് പേടിയാവുന്നുണ്ട്. ശാരികയെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത കെവിനാന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശാരികയോട് പറയാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് ഡോക്ടറെ കാണുന്ന ദേവിക എന്നുണ്ടെങ്കിൽ അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. നല്ല വിഷമത്തോടെ ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഇപ്പം അദ്ദേഹം ജീവനോടെ ഇല്ല എന്നറിയുമ്പോൾ തന്നെ ദേവികയും ശാരികയും തകർന്നു പോവുകയാണ്. ഏതൊരു പെൺമക്കളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പൊ കേട്ടിരിക്കുന്നത്. രാധയ്ക്കാന്നുണ്ടെങ്കിലും അതൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. സ്വന്തം ഭർത്താവാണ് ഇപ്പോൾ ഇല്ലാതായി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുടുംബം തകർന്നു പോയിരിക്കുകയാണ്. താൻ ഏറെ സ്നേഹിച്ച നന്ദന്റെ കയ്യിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് എന്നറിഞ്ഞിട്ട് ദേവിക എന്നുണ്ടെങ്കിൽ തകർന്നു പോവുകയാണ്. രാധിക എന്നുണ്ടെങ്കിലും മാധവനെ കാണുമ്പോൾ പൊട്ടിക്കരയുന്നുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടിയാണ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ മാധവന്റെ വേർപാടില് അവരെല്ലാവരും തന്നെ നല്ല വേദനിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ സിദ്ധാർത്ഥനെന്നുണ്ടെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, അതായത് മാധവന് ഈ അവസ്ഥ വരുത്തിയ ആരായാലും അവന് വെറുതെ വിടാൻ പറ്റില്ല. അവൻ എന്തായാലും അതിന്റെ തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ. നിയമത്തിന്റെ മുന്നിൽ അവനെ കൊണ്ടുവരണം എന്നെല്ലാം പറയുമ്പോൾ പ്രഭാവതിയും ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. സ്വന്തം അച്ഛനെ ഇല്ലാതാക്കിയ നന്ദന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത് ദേവിക തന്നെയായിരിക്കും. പിന്നെ ഈ ഋഷിയുടെ കൊലപാതകം കൂടി ഉള്ളതുകൊണ്ട് നിയമപരമായി തന്നെ നന്ദനെ ജയിലിലാക്കാനും ദേവിക എന്നുണ്ടെങ്കിൽ ശ്രമിക്കും. പക്ഷെ ഇതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദേവിക ഋഷിയുടെ കാര്യം അന്വേഷിച്ച് പോയിന്ന് വെച്ചാൽ മരണപ്പെടാത്ത ഋഷിയെ എന്തായാലും കണ്ടുപിടിക്കും. അതോടുകൂടിയിട്ട് ഇസബെല്ലയുടെയും കെവിന്റെയും നാടകമെല്ലാം തന്നെ നന്ദനെയും ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഇസബെല്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും ദേവിക അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി ഒരു അന്വേഷണത്തിന് പോവാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വരാൻ പോണ എപ്പിസോഡ്സുകളിൽ ഇസബെല്ലയുടെയും ദേവികയുടെയും പോരാട്ടം തന്നെയാണ് കാണാൻ പോകുന്നത്. എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.